നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും റാഫിജ യമാൽ ദ്വയത്തിൻ്റെ ഗോളുകൾ. ബാഴ്സലോണ 2025 തങ്ങളുടെ അവസാന മത്സരവും വിജയിച്ച് കയറി ലാലിഗയിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് വിയ്യാറയലിനെ പരാജയപ്പെടുത്തിയത്. അതിനിടയ്ക്ക് രസകരമായൊരു സംഭവം. ആദ്യ പകുതിയിൽ ലാമിൻ യമാലിനെ കൂവിയിരുന്നു വിയ്യാറയലിൻ്റെ ആരാധകർ. കൂവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിസിലടിക്കുക ഒക്കെ ഉണ്ടായിരുന്നു. സോ യമാൽ രണ്ടാം പകുതിയിലും ഗോൾ അടിച്ചിട്ട് തിരിച്ച് ആ ആരാധകരെ നോക്കി വിസിലടിക്കുന്ന കാഴ്ച, കിട്ടിയത് തിരിച്ചു പിടിക്കുന്ന സുന്ദരമായ കാഴ്ച. ഏതായാലും കളിയിൽ ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ വിജയം ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ടോറസും ലാമിൻ യമാലും ലോപ്പസും റാഫിഞ്ഞയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ 12-ാമത്തെ മിനിറ്റിൽ തന്നെ റാഫിഞ്ഞ പെനാൽറ്റിയിലൂടെ ഗോൾ കണ്ടെത്തി ബാഴ്സയെ മുന്നിലെത്തിച്ചിരുന്നു. 39-ാമത്തെ മിനിറ്റിലാണ് വിയ്യാറയലിൻ്റെ വെയ്ഗയ്ക്ക് റെഡ് കാർഡ് കിട്ടുന്നത്. അത് പുറകിലൂടെ വന്ന് വളരെ ഫോഴ്സ്ഫുള്ളി ലാമിൻ യമാലിനെ ഫൗൾ ചെയ്തതാണ്. അർഹിച്ച റെഡ് അയാൾക്ക് കിട്ടി. വിയ്യാറയൽ 10 പേരായിട്ട് ചുരുക്കി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 1 ഗോളിന് ബാഴ്സ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 63-ാമത്തെ മിനിറ്റിലാണ് ലാമിനെ യമാലിൻ്റെ ഗോൾ പിറക്കുന്നത്. അത് ഡിയോങ് കൊടുത്ത പന്ത് നല്ലൊരു ഫിനിഷിങ്ങിലൂടെ അദ്ദേഹം വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വിയ്യാറയലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ ഇരട്ട സേവുകളൊക്കെ ഒരു ഘട്ടത്തിൽ 70 മിനിറ്റിന് ശേഷം നടത്തിക്കൊണ്ട് ജോൻ ഗാർഷ്യ ടീമിൻ്റെ ലീഡ് നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കും വഹിച്ചു. ഏതായാലും ഒടുവിൽ 2-0 വിജയം ബാഴ്സ സ്വന്തമാക്കിയിരിക്കുന്നു. 18 കളികൾ 46 പോയിൻറ്റോടെ ലാലിഗയിൽ ഒന്നാം സ്ഥാനത്ത് അവർ 2025 അവസാനിപ്പിക്കുകയാണ്. 18 കളിയിൽ നിന്ന് 42 പോയിൻ്റുള്ള റയൽ രണ്ടാം സ്ഥാനത്താണ്. 4 പോയിൻറ്റിൻ്റെ ലീഡ് ബാഴ്സക്കുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.